മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത സിനിമകളിൽ ഒന്നാണ് നമ്മൾ. ജിഷ്ണു, സിദ്ധാർത്ഥ് ഭരതൻ, രേണുക മേനോൻ, ഭാവന എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു നമ്മൾ. സൂപ്പർ താരങ്ങളൊന്നുമില്ലാതെ 4 പുതുമുഖങ്ങളെ വെച്ച് കമൽ വലിയ വിജയമാക്കി തീർത്ത സിനിമ. ചിത്രത്തിലെ പാട്ടുകൾ ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. ഭാവന വലിയ താരമായി മാറി. സിദ്ധാർത്ഥ് ഭരതൻ നടനിൽ നിന്ന് സംവിധായകൻ എന്ന നിലയിലും കയ്യടി നേടി. അതേസമയം പ്രതീക്ഷയുള്ള നടനായിരുന്ന ജിഷ്ണുവിനെ ചെറിയ പ്രായത്തിൽ തന്നെ മരണം കീഴടക്കി. രേണുകയാകട്ടെ സിനിമയിൽ നിന്നെല്ലാം മാറിപ്പോവുകയും ചെയ്തു. ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം ജിഷ്ണുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് രേണുക മേനോൻ. സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് രേണുക ജിഷ്ണുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചത്. ജിഷ്ണു തനിക്കൊരു ബിഗ് ബ്രദർ തന്നെ ആയിരുന്നുവെന്നും ആ മരണം തന്നെ വല്ലാതെ ബാധിച്ചിരുന്നുവെന്നും രേണുക പറയുന്നു. അതിനുശേഷം ഒരു സിനിമ കൂടി ജിഷ്ണുവിനൊപ്പം ചെയ്തിരുന്നു. അതിനാൽ കുറച്ചുകൂടി ഇന്ററാക്ഷൻ ജിഷ്ണുവുമായി ഉണ്ടായിരുന്നു. ജിഷ്ണു ഒരു ബിഗ് ബ്രദറിനെ പോലെയായിരുന്നു. ഞാൻ അന്ന് ഒരു കൊച്ചു കുട്ടിയാണ്. അതിനാൽ എനിക്ക് കുറച്ച് പൊട്ടത്തരങ്ങളും സിനിമയ്ക്ക് പറ്റാത്ത സ്വഭാവങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. വികാരങ്ങൾ അടക്കി വെക്കാനാകില്ല. മനസ്സിൽ തോന്നുന്നത് മുഖത്ത് തന്നെ കാണാമായിരുന്നു എന്നാണ് രേണുക പറയുന്നത്. ദേഷ്യം വന്നാൽ ശാന്തമായിരിക്കണം. എവിടെ എന്ത് പറയരുത് എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ജിഷ്ണു ഒരു ബിഗ് ബ്രദറിനെ പോലെ ഉപദേശിക്കുമായിരുന്നു. നിന്റെ മുഖത്തെ ശുണ്ഠി മാറ്റിവെക്കണം. കുറച്ചുകൂടി ശാന്തമാകണം. ഇത് ഇൻഡസ്ട്രിയാണെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ എന്തിന് അങ്ങനെ നിൽക്കണം. ഞാനായി നിന്നാ പോരെ എന്നായിരുന്നു ഞാൻ ചോദിച്ചത്. എന്തിന് വേറൊരാളായി ഭാവിക്കുന്നത്. അന്നും എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല. പക്ഷേ കുറെ കൂടി ക്ഷമ വേണമെന്നൊക്കെ ജിഷ്ണു പറയുമായിരുന്നു. രേണുക പറയുന്നു. അതിനാൽ ജിഷ്ണു മരിച്ചപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു തനിക്ക് എന്നും രേണുക പറയുന്നു. തൻ്റെ രണ്ടാമത്തെ മോളെ പ്രസവിച്ചിരുന്ന സമയമാണ്. ആ സമയത്ത് തന്നെ തൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരിക്കും ക്യാൻസർ ആണെന്ന് അറിഞ്ഞ സമയമാണ്. ആ സമയത്ത് താൻ ഡെലിവറി കഴിഞ്ഞ് ഡിപ്രഷനിലൂടെ കടന്നു പോവുകയായിരുന്നു. അതിനാൽ ആ മരണം തന്നെ വല്ലാതെ ബാധിച്ചു. അത് എങ്ങനെയാണ് ബാധിച്ചതെന്ന് പറയാനാവില്ല. എൻ്റെ ആരോഗ്യത്തെ ബാധിച്ചു. പൊട്ട വിചാരങ്ങൾ വന്നിരുന്നു. എന്നെ ഒരുപാട് ബാധിച്ചിരുന്നു. പിന്നീട് അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്തു എന്നും രേണുക പറയുന്നു. സിദ്ദുവുമായി സ്ഥിരം അടിയായിരുന്നു. എൻ്റെ സഹോദരനും ഞാനും ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു. സിദ്ദുവും അതുപോലെയായിരുന്നു. എന്നെ ചൊറിഞ്ഞു ചൊറിഞ്ഞു വരും. എനിക്ക് ദേഷ്യം വരും. ഞാൻ എന്തെങ്കിലും പറയും എന്നാണ് സിദ്ധാർത്ഥിനെ കുറിച്ച് രേണുക പറയുന്നത്. സിദ്ദു അത് കേൾക്കാൻ വേണ്ടി ബോധപൂർവം എന്നെ ചൂടാക്കാൻ ഓരോന്ന് പറയുമായിരുന്നു. എനിക്ക് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ച് പറയും. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. സിനിമയിൽ ഞങ്ങൾ ആദ്യം കാണുന്ന സീനിലേതു പോലെ തന്നെയായിരുന്നു യഥാർത്ഥത്തിലും ഞങ്ങൾ എന്ന് രേണുക പറയുന്നു.